മഞ്ചേശ്വരം, കാസർഗോഡ് പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റക്ക് വോട്ട് ചെയ്താൽ ജയിക്കില്ലല്ലോ. അപ്പം നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട ഒരു ഹിന്ദു പ്രഭാതത്തിൽ ക്ഷേത്രത്തിൽ പോയിട്ട് പോളിംഗ് ബൂത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അയാൾ പോളിംഗ് ബൂത്തിൽ കാണുന്ന ചിഹ്നം ഫസ്റ്റ് കോണിയും എതിർ ചിഹ്നം താമരയാണ്. താമര നരേന്ദ്രമോദിയുടേതാണ്, കോണി പാണക്കാട്ട് തങ്ങളുടേതാണ്. നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട ഒരു ഹിന്ദു എന്ത് ചിന്തിക്കണം? പക്ഷെ അവിടെ ചിന്തിക്കുന്നത് എനിക്ക്, എൻ്റെ നാടിന്, ഈ സമൂഹത്തിന് അനിവാര്യം, അഭികാമ്യം പാണക്കാട്ട് തങ്ങളുടെ കോണിയാണെന്ന് അവരുടെ ചിന്തയാണ്. അത് നമ്മളുണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസമാണ്, ഒരു വിശ്വാസം. ലീഗ് സമൂഹത്തിന് കൊടുത്ത ഒരു മെസ്സേജാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയാൽ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നില്ലെങ്കിലും വർഗീയത പറയരുത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? സമുദായത്തിൻ്റെ നേരായ ദിശയിലൂടെ ലീഗ് കൊണ്ടുപോയി. പക്ഷേ അതിന് കോട്ടം തട്ടിക്കാൻ, സമുദായങ്ങൾ തമ്മിൽ അകറ്റാൻ, അത് സീറ്റാക്കാനും വോട്ടാക്കാനും അധികാരമാക്കാനും നരേന്ദ്രമോദിയുടെ ചുവട് പിടിച്ച് പിണറായിയും ശ്രമിക്കുന്ന ദുഃഖകരമായ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സമുദായം അത് തിരിച്ചറിയും.